പ്രൈവറ്റ് ബസ്സിലുണ്ടായ പ്രണയമാണ്. പക്ഷെ പ്രണയിനി KSRTCയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാമുകന് പ്രൈവറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ അങ്ങനെയും നഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ ഈ സ്വകാര്യ ബസ്സുകൾക്ക് നേരെ ഇപ്പോൾ ഈ പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു സൗജന്യ യാത്രയിലൂടെ കൊടുത്തിരിക്കുന്ന കൊട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ബസ്സിൻ്റെ ഈ ഒരു മത്സരയോട്ടം, പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിനകത്താണെങ്കിൽ നമ്മുടെ ഈ ബസ്സിലെ പല ആളുകളും ജീവനക്കാരിൽ പല ആളുകളും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ കൂടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യാത്രക്കാരനെ മർദ്ദിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ എല്ലാം പിറകിലൊരു ഹിഡൻ അജണ്ടയുണ്ട് എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KSRTC ഒരുപക്ഷെ സ്വകാര്യ വൽക്കരിച്ചേക്കാം, അല്ലെങ്കിൽ KSRTCയിലേക്ക് സ്വകാര്യ നിക്ഷേപം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കടന്നുകയറ്റങ്ങൾ ഉണ്ടാവാം. നമസ്കാരം. കേരളത്തിൽ പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവാൻ കുറച്ച് ദിവസം കൂടിയും ബാക്കിയുള്ളൂ. ഒന്നും വേണ്ടായിരുന്നു എന്ന് ആകെ തോന്നുന്ന വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ് ഓണേഴ്സാണ്. അവരുടെ അവസ്ഥ കഷ്ടം തന്നെയാണ്. ഇപ്പോൾ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ കുട്ടിമാളു എന്നൊരു ബസ്സിൻ്റെ ഓണർ അതേ സമയത്ത് ഓടുന്ന KSRTC ബസ്സിൻ്റെ അടിയിൽ കിടന്ന്, ടയറിന് തൊട്ട് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ച സംഭവമൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായി. പല ജില്ലകളിലും ഹർത്താലുകളും സമരങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ എങ്കിൽ പോലും സർക്കാർ പലപ്പോഴായിട്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി പല പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തും എന്നൊരു ഫീല് കൊണ്ടുവന്നെങ്കിലും ഇന്ന് ഈ നിമിഷം വരെ പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപനം അതിന് വേണ്ടി വന്നിട്ടില്ല. എത്ര കാലം കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ ഈ ഒരു അവസ്ഥയിൽ ഓടും? ഈ പ്രൈവറ്റ് ബസ്സുകളോട് കാണിച്ചിരിക്കുന്നത് ഒരു കൊടും ചതിയാണ്. കാരണം ഈ സർക്കാർ അധികാരത്തിൽ ഏറ്റവും ഉടനെ തന്നെ പല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലും പടക്കം പൊട്ടിച്ച് VD സതീശൻ്റെ ഫോട്ടോയൊക്കെ കയ്യിൽ പൊക്കിപ്പിടിച്ച് തുള്ളിച്ചാടുന്ന ഒരുപാട് ബസ് ജീവനക്കാരെയും ബസ് മുതലാളിമാർ വരെ അതിനകത്തുണ്ടായിരുന്നു. അതായത് തൊഴിലാളികളായിട്ടുള്ള മുതലാളിമാർ. പല പ്രൈവറ്റ് ബസ്സുകളുടെ എന്ന് വെച്ചാൽ ഒരു ബസ്സൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ മുതലാളി തന്നെ ആയിരിക്കും അതിലെ കണ്ടക്ടർ അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് ഓടിക്കുക എന്നുള്ളൊരു സത്യമാണത്. അപ്പോൾ അങ്ങനെ അവരൊക്കെ ഭയങ്കരമായിട്ട് ആഹ്ലാദിച്ചിരുന്നു. എന്തൊക്കെ ഭയങ്കരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ടാക്സിൽ കുറവ് വരുത്തും, റോഡ് ടാക്സിൽ കുറവ് വരുത്തും എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളിലായിരുന്നു ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനും അതോടൊപ്പം തന്നെ അവരുടെ തൊഴിലാളികളെല്ലാം. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രിയദർശിനി യാത്ര വന്നതോടുകൂടി വനിതകളെല്ലാം നേരെ എന്താണെന്ന് വെച്ചാൽ KSRTC ആശ്രയിച്ചു തുടങ്ങി. KSRTC എന്ന് വെച്ചാൽ ഈ ഓർഡിനറി സർവീസുകളെ ആശ്രയിച്ചു തുടങ്ങി. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഈ പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഈ പ്രശ്നമൊന്നുമില്ല. ഓർഡിനറി ബസ്സുള്ള സ്ഥലത്താണ് ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഇവരുടെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം 15% മുതൽ 40% വരെയുള്ള ഒരു കുറവ്, യാത്രക്കാരുടെ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വസ്തുത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 500 യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു ബസ്, ഈ 500 യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു ബസ്സാണ് എന്ന് നമ്മൾ കരുതുക. അതിനകത്ത് നിന്ന് അപ്പോൾ ഒരു 30% ആളുകൾ, അധികമൊന്നും കൂട്ടണ്ട, ഒരു 150 ആളുകൾ, ഈ 500-ൽ ഒരു 150 ആളുകൾ എന്ന് പറയുന്നത് സ്ത്രീകളാണെന്ന് കരുതുക. ബാക്കി 350 പുരുഷന്മാരാണെന്ന് കൗണ്ട് ചെയ്തോട്ടെ. ഈ 150 സ്ത്രീകളിൽ ഒരു 40% എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 60 യാത്രക്കാർ വരും. ഈ 60 യാത്രക്കാർക്ക് 15 രൂപ ടിക്കറ്റ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. വെറും 15 രൂപ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 60 യാത്രക്കാർ ഇൻറ്റു 15 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 900 രൂപ ഒരു ബസ്സിന് തന്നെ നഷ്ടം വരുന്നുണ്ട്. ഈ 900 രൂപയെ നമ്മൾ എന്താ പറയുക, ഒരു മാസത്തെ ആക്കി കണക്കൂട്ടുന്ന സമയത്ത് എത്ര രൂപയുടെ നഷ്ടം വരുന്നുണ്ട്? ഒരു ബസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 27,000 രൂപ നഷ്ടം വരുന്നുണ്ട്. ഇത് നമ്മൾ പ്രതിവർഷമായിട്ട് കണക്കാക്കുമ്പോഴത്തേക്ക് ഏകദേശം 3,24,000 രൂപയോളം ഒരു വലിയ രീതിയിലുള്ള കുറവാണ് വരുന്നത്. ഇത് ഏറ്റവും കുറവാന്ന് തോന്നുന്നു. കാരണം പ്രൈവറ്റ് ബസ് ഉടമകൾ പറയുന്ന ഒരു ദിവസം തന്നെ 2,000-ന്റെ അടുത്ത് രൂപയുടെ നഷ്ടം വരുന്നത്. ഇത് ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു കാൽക്കുലേഷനാണ് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇൻഷുറൻസ്, ഡീസലിൻ്റെ വർധനവ്, തൊഴിലാളികളുടെ പ്രശ്നം. ഇന്നിപ്പോൾ ഒരു ഡ്രൈവറുടെ ഒരു അഭിമുഖം കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ കൊടുത്തിരിക്കുന്ന ഒരു ബൈറ്റാണ്, ഏതോ ഓൺലൈൻ ചാനലിൽ കൊടുത്തിരിക്കുന്ന ഒരു ബൈറ്റാണ്. അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുതലാളി ഇപ്പോൾ 1000 രൂപയ്ക്ക് കൂലിപ്പണിക്ക് പോയി തുടങ്ങി, ഞങ്ങളിപ്പോൾ ഇനി എന്ത് പണിക്ക് പോകും? ഇത് പിണറായി വിജയൻ തന്നെ ആയിരുന്നാൽ മതിയായിരുന്നു, വേറെ പുതിയതായിട്ടൊരു സർക്കാർ വരേണ്ടതില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ ഒരു കഷ്ടപ്പാടെന്ന് ആലോചിച്ച് നോക്കി. ഈ ബസ്സിലെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഈ അലച്ചിൽ പിടിച്ച തൊഴിലാണ്. ഇത്രയും കഷ്ടപ്പാടുള്ള മറ്റൊരു തൊഴിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ബസ്സിൻ്റെ ഈ ഒരു മത്സരയോട്ടം, പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിനകത്താണെങ്കിൽ നമ്മുടെ ഈ ബസ്സിലെ പല ആളുകളും ജീവനക്കാരിൽ പല ആളുകളും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ കൂടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യാത്രക്കാരനെ മർദ്ദിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു PCC ഒക്കെ ഏർപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഈ PCC എന്ന് പറഞ്ഞത് ഗവൺമെൻറ് ജോലിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ വിദേശ ജോലിക്ക് മാത്രമല്ല, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്വകാര്യ മേഖലകളിൽ അല്ലെങ്കിൽ സേവന മേഖലകളിലെങ്കിലും ഈ സ്വിഗ്ഗി പോലെയുള്ള സ്ഥലത്ത്, അതോടൊപ്പം തന്നെ മറ്റേ സൊമാറ്റോ അങ്ങനെയുള്ള ഡെലിവറികളിലും ഈ ബസ്സിൽ ഒക്കെ സ്ത്രീകളൊക്കെ ഒരുപാട് കയറി
യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണതൊക്കെ. അപ്പോൾ അവിടങ്ങളിലൊക്കെ ഒരു PCC അത്യാവശ്യമുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു പ്രശ്നമല്ല അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബസ് ജീവനക്കാരെ സംബന്ധിച്ചിട്ട് വളരെ അലഞ്ഞ് കഷ്ടപ്പെട്ടുള്ള ഒരു പണിയാണ്. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു കൂലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഏറെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനത്തെ ബസ് വ്യവസായം പോകുന്നത് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഒരുപാട് ബസ് സർവീസുകൾ കേരളത്തിലുണ്ട്. 7000-ന് മുകളിൽ ബസ്സുകൾ കേരളത്തിൽ സർവീസ് നടത്തുന്നതായിട്ടുള്ള അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പറയുന്നത്. അപ്പോൾ അതിൽ ഒരു 2 കിളി, ഒരു കണ്ടക്ടർ, ഒരു ഡ്രൈവർ, അപ്പം തന്നെ വരുന്നത് 4ഓളം പേര്. ഈ 4 പേരെന്ന് പറയുമ്പോഴത്തേക്ക് 28,000-ഓളം വരുന്ന ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ പ്രൈവറ്റ് ബസ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ തൊഴിൽ നഷ്ടം, അല്ലെങ്കിൽ ഇവർക്കിത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഞാനീ പറഞ്ഞ പോലെ ഒരു ദിവസം 900 രൂപയാണ് എന്ന് കരുതുക. ഈ 900 രൂപയുടെ നഷ്ടം തന്നെയല്ലേ? അത് ഇവരെ എവിടെ നിന്ന് എങ്ങനെ ഇത് ചെയ്യും? അത് കൂടാതെ തന്നെ ബസ് ഓടുന്ന സമയത്ത് വരുന്ന മറ്റേ പെനാൽറ്റികൾ, MVDയുടെ പെനാൽറ്റികൾ, കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും? എനിക്ക് തോന്നുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ എല്ലാം പിറകിലൊരു ഹിഡൻ അജണ്ട ഉണ്ട് എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KSRTC ഒരുപക്ഷെ സ്വകാര്യ വൽക്കരിച്ചേക്കാം, അല്ലെങ്കിൽ KSRTCയിലേക്ക് സ്വകാര്യ നിക്ഷേപം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കടന്നുകയറ്റങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള കടന്നുകയറ്റങ്ങൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ വിചാരിക്കും തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഈ സർക്കാർ നടത്തുന്നതെന്ന്. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. ഈ പറഞ്ഞ ഗതാഗത യോഗ്യമായിട്ടുള്ള ബസ്സുകൾ, 15 വർഷത്തിന് താഴെ മാത്രം പഴക്കമുള്ള ബസ്സുകൾ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ലീസിനെടുത്തേക്കാം. സംസ്ഥാന സർക്കാരല്ല, KSRTC ലീസിനെടുത്തേക്കാം. അപ്പോൾ അതിലെ തൊഴിലാളികളെ ഒരു കോൺട്രാക്റ്റ് വ്യവസ്ഥയിലേക്കും ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഈ ഒരു വിഷയം എന്ന് പറയുന്നത് കുറച്ച് കാലഘട്ടത്തിലേക്ക് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരു സ്വകാര്യവൽക്കരണമാണ് നടക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടും ഇതിൻ്റെ നിയന്ത്രണം ആരിലേക്ക് പോകും? സ്വകാര്യ വ്യക്തികളിലേക്ക് പോകും. അതിപ്പോൾ ആണെങ്കിൽ അദാനിക്കോ അംബാനിക്കോ ആർക്ക് വേണമെങ്കിലും വരാം. അല്ലെങ്കിൽ ഈ ചെറുകിട സ്വകാര്യ ബസ്സുകൾക്ക് എന്തെങ്കിലും, അല്ല, ചെറുകിട സ്വകാര്യ ബസ്സുകൾക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാവുന്നില്ല. എനിക്ക് തോന്നുന്നു അതിനു വേണ്ടിയിട്ടുള്ള ചില പ്ലാനിങ്ങുകളാണത്. കാരണം ഇത് കേരളത്തിലെ പൊതുഗതാഗതം എന്ന് പറയുന്നത് വലിയ ഒരു ഇൻഡസ്ട്രിയാണത്. അതിന് ഇപ്പോൾ നമ്മൾ നോക്ക്, റെയിൽവേ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ പറയുന്ന സമയത്ത് ആളുകൾ ചിരിക്കുമായിരുന്നു. ഈ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റെയിൽവേ ഒക്കെ ആര് സ്വകാര്യ നിക്ഷേപം നടത്താനാണ്? പക്ഷെ ഇപ്പം അങ്ങനെയാണോ? ഇപ്പം നമ്മളുടെ വന്ദേ ഭാരതൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു സ്വകാര്യ നിക്ഷേപം ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയോ ആളുകൾ വന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അതേ രീതിയിലുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് സ്വകാര്യ കുത്തകകൾ വരത്തില്ലേ, ബഹിരാഷ്ട്ര കമ്പനികൾ വരത്തില്ലേ? അത് സ്വാഭാവികമായിട്ടും വരും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൻ്റെ മാറുന്ന ശൈലി എന്താണ്? AC ബസ്സുകൾ കമ്പൽസറി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ AC ബസ്സുകൾ കമ്പൽസറി ആയിട്ട് മാറുന്ന സമയത്ത് ഒരു സ്വകാര്യ വ്യക്തികൾ വരുന്നു. സ്വകാര്യ വ്യക്തി വന്ന് തീർച്ചയായിട്ടും സ്വകാര്യവൽക്കരണമോ സ്വകാര്യ നിക്ഷേപമോ അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വകാര്യ നിക്ഷേപമോ സ്വകാര്യവൽക്കരണമോ ഇവിടെ ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടുത്തെ സ്വകാര്യ മേഖലയിലെ ബസ് വ്യവസായം തകരേണ്ടതായിട്ടുണ്ട്. അതായത് ചെറുകിട ബസ്സിന്റെ മുതലാളിമാരുടെ എല്ലാം ബസ്സുകൾ കട്ടപ്പുറത്ത് കയറണം, അല്ലെങ്കിൽ അത് സർവീസ് നിർത്തണം. ഈ സർവീസ് നിർത്തുമ്പോൾ പൊതുജനങ്ങൾക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ പൊതുജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിന് ആര് പരിഹാരം കാണും? പല സ്ഥലങ്ങളിലേക്കും KSRTC സർവീസ് നടത്തി എത്താൻ പറ്റുമോ? പറ്റത്തില്ല. KSRTCയുടെ സർവീസ് നടത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ആലുവയിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോകുന്നത് തന്നെ പ്രൈവറ്റ് വഴിയുണ്ട്, അതോടൊപ്പം തന്നെ KSRTCക്ക് പ്രത്യേക ചാലുണ്ട്. ഇതേപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട്, പല സ്ഥലങ്ങളിലും. അപ്പോൾ ഇവിടങ്ങളിലേക്കൊക്കെ KSRTC ബസ് സർവീസ് ആരംഭിച്ചാൽ പോരെ എന്ന് ചില ബുദ്ധിജീവികൾ, അതായത് നമ്മുടെ ഈ വീഡിയോയ്ക്കിടയിൽ വന്ന് സ്ഥിരം തെറിയിടുന്ന കുറേ ബുദ്ധിജീവികളുണ്ടല്ലോ, അവർ വന്ന് പറഞ്ഞേക്കാം. പക്ഷേ അതിനുള്ള മാർഗമായിട്ടപ്പോൾ എന്ത് വരും? സ്വകാര്യ നിക്ഷേപം അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം കടന്നു വരും. അത് ചിന്തിക്കാനുള്ള ബോധമില്ല. ഈ സ്വകാര്യവൽക്കരണവും സ്വകാര്യ നിക്ഷേപവും ഒക്കെ വരുന്നത് വഴിയായിട്ട് സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ കൊടിയുടെയും പിന്നെ ഈ വ്യക്തി ആരാധനയുടെയും ഒക്കെ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരണം. ആ സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ മാത്രമേ സ്വകാര്യവൽക്കരണം മൂലം ഉണ്ടാകാൻ പോകുന്ന കഷ്ടതകളെക്കുറിച്ച് ധാരണയുണ്ടാവത്തുള്ളൂ. ഇപ്പോൾ സ്വകാര്യ ബസ്സുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ 15 വർഷത്തിന് താഴെയുള്ള സ്വകാര്യ ബസ്സുകളൊക്കെ സംസ്ഥാന സർക്കാർ ലീസിനെടുത്തു എന്ന് കരുതുക, കുറച്ച് നാളത്തേക്ക്. അത് കഴിയുമ്പോഴത്തേക്ക് ആ ബസ്സിന് 15 വർഷം കഴിഞ്ഞു, കണ്ടം ചെയ്യാറായി എന്നും പറഞ്ഞുകൊണ്ട് ആ ബസ്സിൻ്റെ കോൺട്രാക്ട് അവസാനിപ്പിച്ച് അവരെ ടാറ്റ ബൈ ബൈ പറഞ്ഞു വിടാം. അതിലെ ബസ് തൊഴിലാളികളോടും പറഞ്ഞ് നിങ്ങളുടെ ബസ് കണ്ടം ചെയ്യാറായി, ഇനിയിപ്പോൾ അത് വീണ്ടും റീ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിലേക്ക് ഞങ്ങൾ പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഡീസൽ മാറ്റി ഇപ്പോൾ എല്ലാം ഇലക്ട്രിക് ബസ്സുകളാക്കാൻ പോവുകയാണ്. റീസണുകൾക്ക് ഇവിടെ എന്തെങ്കിലും ക്ഷാമമുണ്ടോ?
റീസണുകൾക്ക് ഇവിടെ ക്ഷാമമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പോകുന്നത് എൻ്റെ ഒരു വിചാരം ശരിയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് സ്വകാര്യവൽക്കരണത്തിലേക്കാണ് പോകുന്നത്. സ്വകാര്യ നിക്ഷേപത്തിലേക്ക് വരെ സ്വകാര്യവൽക്കരണത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KSRTCയുടെ കുറേ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് കേരളത്തിൽ. കണ്ണായ പ്രദേശങ്ങളിൽ KSRTCക്ക് കുറേ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളുടെയൊക്കെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. ഇവിടെ പല സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കെട്ടിടങ്ങളിൽ വേണ്ട രീതിയിലുള്ള റെൻ്റ് ഔട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ വളരെ വലിയ ബാധ്യതയിലുമാണ് കിടക്കുന്നത്. അവിടെ പലതും ഇപ്പോൾ പട്ടി കയറി പെറ്റുകിടക്കുന്ന അവസ്ഥയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ, അങ്കമാലിയിലെ KSRTC സ്റ്റാൻഡ് ഉൾപ്പെടെ, ഇപ്പോൾ ഈ തിരുവല്ലയിലെ KSRTC സ്റ്റാൻഡ് എടുത്ത് പരിശോധിക്കും, പകുതി പണിയായിട്ടാണ് കിടക്കുന്നത്. കോഴിക്കോട് സ്റ്റാൻഡിൻ്റെ അവസ്ഥ, അതുകൂടാതെ നമ്മളുടെ ഇവിടുത്തെ ആലുവ സ്റ്റാൻഡിൻ്റെ അവസ്ഥ, ഇതൊന്നും പണി പൂർത്തിയായിട്ടില്ല. ഇതെല്ലാം നഗരത്തിൻ്റെ ഒത്ത നടുക്കാണ്, ഒരേക്കറിൽ താഴാത്ത സ്ഥലമുള്ളത് പലയിടത്തും. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ സ്വകാര്യ വൽക്കരണത്തിലേക്ക് പോകുന്ന സമയത്ത് അത് സ്വകാര്യ കുത്തകളുടെ സ്വന്തമായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടാവും. അവിടെ ഗവൺമെൻറ് സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്താണ്? ഇപ്പോൾ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചു. ഇന്ത്യയുടെ തനതായിട്ടുള്ള ഒരു എയറോ സർവീസ് ആയിരുന്നു ഈ പറയുന്ന എയർ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ എയർ ഇന്ത്യ ഇപ്പോൾ സ്വകാര്യവൽക്കരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്താ സംഭവിക്കാൻ വേണ്ടി പോവുക? വിദേശത്ത് നിന്ന് ഇപ്പോൾ ഇന്ത്യക്ക് ഒരു യുദ്ധം, എവിടെയെങ്കിലുമൊക്കെ യുദ്ധം നടക്കുകയാണ്, ആ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു വിമാനം അയക്കണമെന്ന് കരുതുക. എയർ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ആ എയർ ഇന്ത്യ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ലാൻഡ് ചെയ്താലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ഈ ഫ്ലൈറ്റിൽ നേരെ ഉണ്ടാവുമോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു സർവീസ് നടത്തത്തുള്ളൂ. അതേസമയം രാജ്യത്തിൻ്റെ കീഴിലുള്ള ഒരു ഫ്ലൈറ്റ് സർവീസ് ആയിരുന്നു ഇതെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ആ ഫ്ലൈറ്റ് പറക്കും. ഇതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോഴെന്താണ്, അങ്ങനെ എന്തെങ്കിലും അടിയന്തര ഘട്ടം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മിലിറ്ററിയുടെ എയറോപ്ലെയിനാണ് ഉപയോഗിക്കുന്നത്. അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. കൺട്രോൾ സ്റ്റേറ്റിന്റെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സ്വകാര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ ഈ സ്വകാര്യ ബസ്സുകൾക്ക് നേരെ ഇപ്പോൾ ഈ പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു സൗജന്യ യാത്രയിലൂടെ കൊടുത്തിരിക്കുന്ന കൊട്ട്. ഇത് കൂടാണ്ട് ഒരു പ്രൈവറ്റ് ബസ്സിലെ ആളോട് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ പറയുന്ന കാര്യമാണ്, അതായത് ഈ ബസ്സുകളിൽ ഒരുപാട് പ്രണയങ്ങളുണ്ട്. അത് നമ്മൾ കാണാതെ പോയ ഒരു വസ്തുതയാണ്. ബസ്സുകളിൽ ഒരുപാട് പ്രണയങ്ങളുണ്ട്. ഈ പ്രണയങ്ങളുടെ പുറകെ ആണുങ്ങൾ എന്താ ചെയ്യുന്നത്? അവർ നേരെ KSRTCയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പ്രൈവറ്റ് ബസ്സിലുണ്ടായ പ്രണയമാണ്. പക്ഷെ പ്രണയിനി KSRTCയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാമുകന് പ്രൈവറ്റിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ അങ്ങനെയും നഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്വകാര്യ ജീവനക്കാർ, ബസ് ജീവനക്കാർ, അവരായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ കാമുകന്മാരെന്ന് പറയുന്നത്, സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ. അതിലെ കണ്ടക്ടറും കിളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5, 6, 8, 10 ഒക്കെ കാമുകിമാരെ ഒരേ സമയം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പം ഇവർക്കൊക്കെ മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി സർക്കാർ പരിഗണിക്കണ്ടേ? ഏതൊക്കെയാലും ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ സംസ്ഥാനത്ത് സ്വകാര്യവൽക്കരണത്തിലേക്കാണ് KSRTC പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രിയദർശിനി സൗജന്യ യാത്ര. അതിനുശേഷം പിന്നീട് തകർന്ന് വീഴാൻ പോകുന്ന ഈ സ്വകാര്യ ബസ് വ്യവസായം പൂർണ്ണമായിട്ടും ദുരിതത്തിലാകുന്ന സമയത്ത് രക്ഷകരായിട്ട് സർക്കാർ വരും. ആ രക്ഷകരെ ഇവിടുത്തെ മണ്ടന്മാരായിട്ടുള്ള ബസ് മുതലാളിമാരെ കൈയടിച്ച് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ പറയാനുള്ളൂ.